السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، فإن أصدق الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ഏറെ സ്നേഹമുള്ള ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ ഏറെ ശ്രദ്ധേയമായ അധ്യായമായ സൂറത്തു അസ്സുമറിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ, അതിൻ്റെ അർത്ഥവും ആശയവും സഹിതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിക്കുകയുണ്ടായി. 8ാമത്തെ ആയത്താണ് അൽഹംദുലില്ലാ നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തൗഹീദിന്റെ അധ്യായമായ ഈ അധ്യായം കൈകാര്യം ചെയ്യുന്ന ഭൂരിപക്ഷ വിഷയങ്ങളും തൗഹീദുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ തൗഹീദ് സ്വീകരിക്കുന്ന ആളുകൾക്കിടയിലും തൗഹീദിനെ താൽക്കാലികമായി സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുമാണ് 8ാമത്തെ ആയത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. താൽക്കാലികമായി തൗഹീദ് സ്വീകരിക്കുന്ന ആളുകളുടെ ചില ഗുണഗണങ്ങൾ അള്ളാഹു വിശദീകരിക്കുന്നു. അത്തരം ആളുകളോട് സാമ്യതയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല, തൗഹീദിന്റെ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെയും പഠിപ്പിക്കുന്നത്. 8ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദാ മസ്സൽ ഇൻസാന ദുർറുൻ, മനുഷ്യന് ഒരു ഉപദ്രവം ബാധിച്ചാൽ, വഇദാ മസ്സൽ ഇൻസാന ദുർറുൻ, മനുഷ്യന് ഒരു പ്രയാസമുണ്ടായാൽ, ദഅ റബ്ബഹു, തന്റെ രക്ഷിതാവിനെ വിളിക്കും, മുനീബൻ ഇലൈഹി, വളരെ വിനയാന്വിതരായിക്കൊണ്ട്, വളരെ വിനയപ്പെട്ട് താഴ്മയോടുകൂടി കീഴ്വണക്കം നിഷ്കളങ്കമാക്കി അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമായി വിളിക്കും, റബ്ബിനോട് പ്രാർത്ഥിക്കും. എന്നാൽ സുമ്മ ഇദാ ഖവ്വലഹു നിഅമതൻ മിൻ, എന്നാൽ അല്ലാഹു അവർക്കൊരു നിഅമത്ത് നൽകിയാലോ, ഖവ്വല എന്ന് പറഞ്ഞാൽ നൽകുക, ഒരു നിഅമത്ത് നൽകുക. സുമ്മ ഇദാ ഖവ്വലഹു നിഅമതൻ മിൻഹു, എന്നാൽ അവരനുഭവിക്കുന്ന ആ പ്രയാസത്തെ, പരീക്ഷണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നീക്കിക്കൊടുത്താൽ, നസിയ മാ കാന യദ്ഉ ഇലൈഹി മിൻ ഖബ്ലു, അതിനു മുമ്പ് അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തത് അവരോട് മറന്നുപോകും. അവർ അല്ലാഹുവിനെ തന്നെ മറന്നുപോകും. അല്ലാഹുവിനോട് ദുആ ചെയ്തത് അവർ മറന്നുപോകും. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനെ ഓർക്കും, പ്രയാസം നീങ്ങിയാൽ അല്ലാഹുവിനെ അവർ മറന്നു പോവുകയും ചെയ്യുന്നു. മാത്രമല്ല വജഅല ലില്ലാഹി അൻദാദൻ, അവർ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നു. ലിയുദില്ല അൻ സബീലി, അവന്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി, സ്വയം വഴിതെറ്റാൻ വേണ്ടിയും. അത്തരം ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ തമത്തഅ ബികുഫ്രിക ഖലീല, നിങ്ങൾ നിങ്ങളുടെ കുഫറുമായി, സത്യനിഷേധവുമായി കുറച്ചു കാലം സുഖം അനുഭവിച്ചോളൂ. ഖലീലൻ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ചാണ് ഉദ്ദേശം. ഈ ദുനിയാവിലെ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് മരണം വരെ നിങ്ങൾ ആസ്വദിച്ചോളൂ എന്നാണ് പറയുന്നത്. ഖുൽ തമത്തഅ ബികുഫ്രിക ഖലീല,
നിങ്ങൾ വളരെ കുറഞ്ഞ കാലം സുഖം അനുഭവിച്ചോളൂ, അത് അള്ളാഹു അനുവദിച്ചതാണ്. പക്ഷേ അറിയുക, ഇന്നക മിൻ അസ്ഹാബിൻ നാർ, നീ എത്ര സുഖം അനുഭവിച്ചാലും നീ നരകക്കാരനാണ്. നീ എത്ര സുഖം അനുഭവിച്ചാലും നീ നരകക്കാരനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഈ ആയത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആശയം, പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയും കീഴ്വണക്കം നിഷ്കളങ്കമാക്കി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. എന്നാൽ അള്ളാഹു ആ പ്രയാസം അവർക്ക് നീക്കിക്കൊടുത്താലോ പിന്നീട് അവർ ശിർക്ക് ചെയ്യുന്നു, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു. ആ നിഅമത്തിനെ മറ്റു ദൈവങ്ങളുടെ അനുഗ്രഹമായി അവർ ചേർത്തു പറയുന്നു. ഇന്നാലിന്ന വലിയിന്റെ അനുഗ്രഹം കൊണ്ടാണ്, ഇന്നാലിന്ന ദേവന്റെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്കിതൊക്കെ ലഭിച്ചിട്ടുള്ളത് എന്നവർ അന്യായമായി പറഞ്ഞുണ്ടാക്കുന്നു. അങ്ങനെ നന്ദികേട് കാണിക്കുന്ന, കുഫർ കാണിക്കുന്ന വലിയ കുഫറിന്റെ ആളുകളുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശുദ്ധ മുവഹിദുകളായ ആളുകൾ തന്നെ പലരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരാണ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാത്തവരാണ്. അവർ എപ്പോഴാണ് അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്നത്? അവർക്ക് ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവർ വലിയ അരീബ്, ഖുർആൻ പറഞ്ഞതുപോലെ ഭയങ്കര ദുആന്റെ ആളുകളായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ അവർ വലിയ പ്രാർത്ഥനക്കാരായി മാറും, വലിയ ദുആയുടെ ആളുകളായി മാറും. ആ പ്രയാസം അങ്ങോട്ട് നീങ്ങിയാലോ പിന്നെ അവർ ദുആ ചെയ്തതും അവർ അള്ളാഹുവിനെ ഓർത്തതുമൊക്കെ അവരോട് മറന്നു പോവുകയും അവർ വീണ്ടും അവരുടെ ഹറാമിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ്. എല്ലാവരോടും അള്ളാഹുവിന് പറയാനുള്ളത്, ഖുൽ തമത്തഅ ബികുഫ്രിക ഖലീല, നിങ്ങളുടെ ഈ നന്ദികേടും കൊണ്ട്, നിങ്ങളുടെ ഈ നിഷേധവും കൊണ്ട് കുറച്ചു കാലം നിങ്ങൾ സുഖമെടുത്തോളൂ. ഇന്നക മിൻ അസ്ഹാബിൻ നാർ, തീർച്ചയായും നീ നരകത്തിന്റെ ആളുകളിൽ പെട്ടവനാകുന്നു, നരകാവകാശിയാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇസ്തിഖാമത്തോടുകൂടി ഇബാദത്ത് ചെയ്യണം. എന്താണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഈ ചാഞ്ചാടുന്ന അവസ്ഥയെ അല്ലാഹു വിമർശിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ അത്തരം ചില വചനങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഒന്നാമത്തെ വചനം പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 67-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَإِذَا مَسَّكُمُ الضُّرُّ فِي الْبَحْرِ ضَلَّ مَن تَدْعُونَ إِلَّا إِيَّاهُ فَلَمَّا نَجَّاكُمْ إِلَى الْبَرِّ أَعْرَضْتُمْ وَكَانَ الْإِنسَانُ كَفُورًا وَإِذَا مَسَّكُمُ الضُّرُّ, നിങ്ങൾക്ക് ഒരു ഉപദ്രവം ബാധിച്ചാൽ, എവിടെ വെച്ച്? ഫിൽ ബഹർ, കടലിൽ വെച്ച്. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം, മറ്റു രക്ഷാമാർഗങ്ങളൊന്നും കടലിലോ അതല്ലെങ്കിൽ ഹവയിലോ വെച്ച് വല്ലതും സംഭവിച്ചാൽ രക്ഷപ്പെടാനുള്ള വഴികൾ വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ മറ്റു ഭൗതികമായ കാര്യങ്ങളൊന്നുമില്ല, ഇനി മറ്റുള്ള ദൈവങ്ങളെയും വിളിച്ചിട്ട് കാര്യമില്ല എന്ന് ബോധ്യമാകുന്ന ഒരു സമയത്ത് അള്ളാഹു പറയുന്നു, വല്ല മൻ തദ്ഊന ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരൊക്കെ അപ്രത്യക്ഷമാകും. ആരെയും നിങ്ങൾക്ക് ഓർമ്മയാവുന്നില്ല, ആരെയും നിങ്ങൾക്ക് ഓർമ്മയാവുന്ന. ഇത് മനുഷ്യന്റെ ഹാലിനെ കുറിച്ച് പറഞ്ഞതാണ്, മനുഷ്യന്റെ കൗലിനെ കുറിച്ച് പറഞ്ഞതല്ല. കൗലിൽ മനുഷ്യൻ അപ്പോഴും നന്ദി കെട്ടവനാണ്. ശിർക്കിന്റെ ആളുകളിൽ ചിലർ പറയാറുള്ളത്, നമ്മുടെ നാട്ടിലെ മുസ്ലിം നാമധാരികളും വേഷധാരികളുമായ ആളുകളിൽ തന്നെ പല ആളുകളും അവർ പരസ്യമായി പ്രസംഗിക്കാറുള്ളതും അവർ എഴുതാറുള്ളതും എന്താണ്? ചില ആളുകൾ പറഞ്ഞു, ചില മാലമൗലൂദികളിൽ മൊഹിദ്ദീൻ ഷെയ്ഖിനെ 1000 വട്ടം വിളിച്ചാൽ വിളി കേൾക്കും എന്നുണ്ടല്ലോ. അപ്പൊ 1000 വട്ടം വിളിക്കണ്ടേ, അപ്പോഴല്ലേ ഉത്തരം കിട്ടുള്ളൂ. എന്നാൽ അതേ സമയത്ത് വേറെ ചില മാലകളിൽ എപ്പോൾ വിളിച്ചാലും വായ് പൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകുമെന്നുമുണ്ടല്ലോ. ഇത് രണ്ടും തനാഖുലാണോ? ഖുർആനിലുള്ള ഒരു ഡിഫറൻസ് ഒക്കെ ചോദിക്കുന്നത് പോലെയാണ് അവർ ചോദിക്കുന്ന മാല മൗലൂദിലുള്ള
ഒരു വട്ടം വിളിച്ചാൽ ഉത്തരം നൽകുന്ന ഒരു സ്ഥലത്തുണ്ട്, 1000 വട്ടം വിളിച്ചാൽ ഉത്തരം നൽകുന്ന വേറൊരു സ്ഥലത്തുണ്ട്. അപ്പം അതൊരു വലിയ വൈരുദ്ധ്യമല്ലേ? അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെട്ട ഒരാളാണെങ്കിൽ ഒറ്റ വട്ടം വിളിച്ചാൽ മതി, ഉത്തരം കിട്ടും. അത്രയൊന്നും അർജന്റ് ഇല്ലാത്ത വിഷയമാണെങ്കിൽ ഒരു 1000 വട്ടം വിളിച്ചോ, അപ്പോഴാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ കടലിലാണ്, അതല്ലെങ്കിൽ ആകാശലോകത്താണ്. അങ്ങനെ ഇനി ഒരു രക്ഷയുമില്ല എന്ന് തോന്നുമ്പോഴും വിളിക്കേണ്ടതാരെ തന്നെ? മൊയ്തീൻ ശേഖനെ തന്നെ, അള്ളാഹുവിനെ അല്ല. അത് വർത്തമാനത്തിലേ ഉണ്ടാകൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. കാരണം അത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ആ പ്രതിസന്ധിയിൽ അകപ്പെട്ടവന്റെ മുന്നിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾ ഉണ്ടാവില്ല. വല്ലമൻ തദ്ഊന ഇല്ലാ ഇയ്യ. നിങ്ങൾ വിളിച്ച് തേടിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ അപ്രത്യക്ഷമാകും, ഒരു സംശയവുമില്ല. അള്ളാഹു പറയാം, എന്നാൽ ഫലമ്മാ നജ്ജാകും മിനൽ ബർ, അങ്ങനെ ആ കടലിൽ വെച്ച് വിളിച്ചാലും അള്ളാഹുവിന്റെ കാരുണ്യം നോക്കൂ, അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും. കാരണം വിളിച്ചത് ആരെയാണ്? അള്ളാഹുവിനെ. അള്ളാഹുവിന്റെ ഓഫറാണത്. എന്ത്? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബു ലക്കും. നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാൻ ഉത്തരം തരാം. വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹു വഅദഹ്. അള്ളാഹുവിന്റെ കരാർ അള്ളാഹു ലംഘിക്കൂല. പക്ഷെ മനുഷ്യൻ നന്ദി കെട്ടവനാണ്, മനുഷ്യന് ഇസ്തിഖാമത്തില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞതാണ്, എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം തരാം. കടലിൽ വെച്ച് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചാൽ, അതിനു മുമ്പ് അവർ മറ്റുള്ളവരെ വിളിച്ചവനാണെങ്കിൽ കൂടി അള്ളാഹു ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുകയാണ്. ഫലമ്മാ നജ്ജാകും മിനൽ ബർരി, കരയിലേക്ക് നിങ്ങൾ അള്ളാഹു രക്ഷപ്പെടുത്തിയാലോ അഅറദ്തും, നിങ്ങൾ അവഗണിച്ചു കളയുകയാണ്, നിങ്ങൾ നന്ദി കെട്ടവരായി. അങ്ങനെ ഒരു ദുആയെ സംബന്ധിച്ചുള്ള ഓർമ്മ പോലും നിങ്ങൾക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വക്കാനൽ ഇൻസാനു കഫൂറ, മനുഷ്യൻ നന്ദി കെട്ടവനാകുന്നു. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് എന്ന് പറഞ്ഞതുപോലെ വകാനൽ ഇൻസാനു കഫൂറ, മനുഷ്യൻ നന്ദി കെട്ടവന. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഒരു മുസ്ലിമിന് ഉണ്ടാവാൻ പാടില്ല. യഥാർത്ഥ മുസ്ലിം എപ്പോഴും ഒരേ നിലപാടിലായിരിക്കണം. നന്ദി കെട്ട മനുഷ്യന്മാരുടെ, ശിർക്കിന്റെ, കുഫറിന്റെ ആളുകളുടെ സ്വഭാവമാണ് അള്ളാഹുവിനോട് നടത്തിയ വാഗ്ദത്തങ്ങൾ മറന്നുപോവൽ, അള്ളാഹുവിനെ വിളിച്ചത് മറന്നുപോവൽ. ഇനി പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻകബൂത്ത് 66-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, فَإِذَا رَكِبُوا فِي الْفُلْكِ دَعَوُا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ فَلَمَّا نَجَّاهُمْ إِلَى الْبَرِّ إِذَا هُمْ يُشْرِكُونَ لِيَكْفُرُوا بِمَا آتَيْنَاهُمْ وَلِيَتَمَتَّعُوا فَسَوْفَ يَعْلَمُونَ فَإِذَا رَكِبُوا فِي الْفُلْكِ, മനുഷ്യൻ കപ്പലിൽ കയറിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി, കീഴ്വണക്കം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ ഇദാ ഹും യുശ്രികൂൻ, അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നു, അവർ ശിർക്ക് ചെയ്യുന്നു. എന്തിനാണത്? ലിയക്ഫുറു ബിമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയതിനെ നിഷേധിക്കാനും അതിനോട് നന്ദികേട് കാണിക്കാനും. കാരണം എല്ലാ നിഅമത്തും അള്ളാഹുവിൽ നിന്നാണ്. എന്നാൽ കുഫറും ശിർക്കും ചെയ്യുന്ന ആളുകൾ, അത് ചെറിയ ശിർക്കാകട്ടെ വലിയ ശിർക്കാകട്ടെ, ചെറിയ കുഫറാകട്ടെ വലിയ കുഫറാകട്ടെ. എന്താ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അനുസരണക്കേട്. എല്ലാ അനുസരണക്കേടിനും വേണമെങ്കിൽ ശിർക്ക് എന്ന് പറയാം. എന്തുകൊണ്ട്? കാരണം ഇലാഹായ, മഅബൂദായ, ആരാധ്യനായ അള്ളാഹുവിന്റെ കൽപ്പനയെ വിട്ട് അവർ സ്വന്തം നഫ്സിനെയോ അല്ലെങ്കിൽ പിശാചിനെയോ അനുസരിക്കുന്നു, അവർക്ക് വിധേയപ്പെടുന്നു, ഹവക്ക് വിധേയപ്പെടുന്നു, ശൈത്താന് വിധേയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഏത് മഅസിയത്തിനെയും വേണമെങ്കിൽ ശിർക്കെന്ന് പറയാമെന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കല്ല. ഏത് അനുസരണക്കേടിനെയും കുഫറും എന്ന് പറയാം. കാരണം കുഫറിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നന്ദികേട് എന്ന അർത്ഥമുണ്ട്. അള്ളാഹുവിനെ മറക്കുന്ന, അള്ളാഹു ചെയ്ത നിഅമത്തുകളെ മറക്കുന്ന ഏതൊരാളും ആ കുഫറാണ് ചെയ്യുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, റബ്ബിനെ മറക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ലിയക്ഫുറു ബിമാ ആതൈനാഹും,
നാം അവർക്ക് നൽകിയതിനോട് അവർ നന്ദികേട് കാണിക്കുകയാണ്, അവർ നിഷേധം കാണിക്കുകയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലിയ തമത്തഉ, സാരല്ല, അവർ ആസ്വദിച്ചു കൊള്ളട്ടെ, ഈ ദുനിയാവിലെ സുഖങ്ങൾ അവർ ആസ്വദിച്ചു കൊള്ളട്ടെ. പക്ഷേ ഫസൗഫ യഅലമൂൻ, വഴിയെ അവർക്കറിയാറാകും, വഴിയെ അവരറിയും. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്ദികേടിന്റെ ഫലം, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കിന്റെയും കുഫറിന്റെയും തിക്തഫലം ഇൻഷാ അല്ലാഹ് മരണത്തോടുകൂടി ഓരോ ആളുകളും അനുഭവിക്കാൻ പോകുന്നു. അതുവരെയുള്ള വളരെ കുറഞ്ഞ ഒരു സമയം നിങ്ങൾ ആസ്വദിച്ചോളൂ എന്നാണ് ആര് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തുൽ അൻകബൂത്തിലെ 65, 66 ആയത്തുകളാണ്. ഇനി സൂറത്തുൽ ലുഖ്മാൻ 32-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു وَإِذَا غَشِيَهُم مَّوْجٌ كَالظُّلَلِ دَعَوُا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ فَلَمَّا نَجَّاهُمْ إِلَى الْبَرِّ فَمِنْهُم مُّقْتَصِدٌ وَمَا يَجْحَدُ بِآيَاتِنَا إِلَّا كُلُّ خَتَّارٍ كَفُورٍ وَإِذَا غَشِيَهُم مَّوْجٌ كَالظُّلَلِ, വലിയ മേഘങ്ങൾ കണക്കെ. ളുലൽ എന്നതിന് പർവ്വതങ്ങൾ എന്നും അർത്ഥമുണ്ട്, മേഘങ്ങൾ എന്നും അർത്ഥമുണ്ട്. പർവ്വത സമാനമായ അല്ലെങ്കിൽ മേഘ സമാനമായ തിരമാലകൾ മനുഷ്യനെ മൂടിയാൽ, മനുഷ്യന് വെള്ളവും തിരമാലയും ഒക്കെ മനുഷ്യനെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ദഅവുല്ലാഹ്, അവർ അല്ലാഹുവിനെ വിളിക്കും. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, വെറുതെ ഒരു വിളിയല്ല, ഇഖ്ലാസോടുകൂടി കീഴ്വണക്കം നിഷ്കളങ്കമാക്കി. ഒരു പ്രതിസന്ധിയിൽ, ഒരു അപകടം, മരണം മുന്നിൽ കാണുന്ന മനുഷ്യൻ അല്ലാഹുവിനെ വിളിക്കും, സംശയമല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, അവരെ കരയിലേക്ക് നാം അടുപ്പിച്ചാൽ ഫമിൻഹും മുഖ്തസിദ്, ഒരു ന്യൂനപക്ഷം മധ്യമ നിലപാട് സ്വീകരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവർ ആ വിളിച്ച തൗഹീദിൽ ഉറച്ചു നിൽക്കും. ആരെ പോലെ? മഹാനായ ഇക്രിമ ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു തആല അൻഹു. ഇക്രിമ റളിയല്ലാഹു തആല അബൂജഹലിന്റെ മകനാണ്. അദ്ദേഹം മക്കൻ ഫതഹിന്റെ സമയത്ത് ഇസ്ലാമിനെതിരെ ഒരുപാട് യുദ്ധം നയിച്ച ആളാണ്. പ്രത്യേകിച്ച് ഉഹദ് യുദ്ധത്തിലൊക്കെ ഇസ്ലാമിന് ഒരുപാട് നഷ്ടം വരുത്തിയ പടത്തലവൻ കൂടിയാണ്. ആ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു മക്കൻ ഫതഹിന്റെ ശേഷം മക്കയിൽ ജീവിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച് നാട് വിടാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം കപ്പലിൽ കയറി സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ വലിയ കാറ്റും കോളുമെല്ലാം ഉണ്ടായി. കപ്പൽ മറയാൻ പോകുന്ന സന്ദർഭത്തിൽ കപ്പിത്താൻ പറഞ്ഞു, ഇനി എല്ലാവരും അള്ളാഹുവിനെ വിളിച്ചോളൂ, ലാത്ത ഉസ്സ മനാത്ത അതൊക്കെ ഒഴിവാക്കുക, പിന്നെ അള്ളാഹുവിനെ മാത്രം വിളിച്ചാലേ നമുക്കിനി രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അദ്ദേഹം തന്നെ അനുഭവം പറയാണ്, സഹിഹായ സംഭവമാണ്. അപ്പൊ അദ്ദേഹം കപ്പലിൽ വെച്ച് ചിന്തിച്ചു എന്നാണ്, കടലിൽ നമ്മെ രക്ഷിക്കാൻ പറ്റുന്ന റബ്ബ് മതി കരയിലും. കടലിൽ വെച്ച് ഈ ഒരു പ്രതിസന്ധിയിൽ അള്ളാഹുവിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ, അതേ റബ്ബിന് മാത്രമേ കരയിലും നമ്മെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഇൻഷാ അള്ളാഹ് അള്ളാഹു എങ്ങാനും എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ പ്രവാചകന്റെ അടുത്ത് പോയി ആത്മാർത്ഥമായി ഇസ്ലാം പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം കപ്പലിൽ വെച്ച് വാഗ്ദത്തം ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല സംഘത്തെ രക്ഷപ്പെടുത്തി, അവരെ കരയിലേക്ക് അള്ളാഹു രക്ഷപ്പെടുത്തി. ഇക്രിമ റളിയല്ലാഹു തആല അദ്ദേഹം നേരെ വന്നത് റസൂലുള്ളാഹിന്റെ അടുത്താണ്. എന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ചില ആളുകൾ ചിന്തിക്കും, ഫമിൻഹും മുഖ്തസിദുൻ, അവരിൽ ഒരു വിഭാഗം ശരിയായ നിലപാട് സ്വീകരിച്ച് കടലിൽ വെച്ച് നടത്തിയ ആ പ്രാർത്ഥനയ്ക്ക് അനുരൂപമായി ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കും. എന്നാൽ ഭൂരിപക്ഷവും വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ. വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ് ഇത്. മുസ്ലിങ്ങളും അമുസ്ലിമീങ്ങളും എല്ലാവരും ചിന്തിക്കേണ്ടുന്ന ഒരു വാചകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ യജ്ഹദു ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് നിഷേധ സ്വഭാവം കാണിക്കുന്നത് ബുദ്ധിമാനല്ല. ബുദ്ധിയുടെ അടയാളമാണ് ഇസ്ലാമിനെ എതിർക്കൽ എന്നൊക്കെ ചില വിവരദോഷികളായ ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇല്ലാ കുല്ലു ഖത്താർ, പരമവഞ്ചകനും ഖഫൂർ, നന്ദി കെട്ടവനുമല്ലാതെ അള്ളാഹുവിന്റെ വചനങ്ങളോട് നിഷേധ സ്വഭാവം കാണിക്കുക. ജഹദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു തത്വത്തെ നിരാകരിക്കലാണ്.
അത് മുസ്ലിം പേരിട്ടുകൊണ്ടാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി. ഇസ്ലാമിന് പുറത്തുള്ളവർ അവർ മുസ്ലിങ്ങളല്ല, അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിനെ എതിർക്കുന്നു. എന്നാൽ ഇസ്ലാമിനകത്ത് നിന്ന് തന്നെ ഖുർആനിലെ പല വചനങ്ങളെയും നിഷേധിക്കുന്ന, പ്രവാചകന്റെ ഹദീസുകളെ നിഷേധിക്കുന്ന, അതേപോലെ സ്ഥിരപ്പെട്ട വഹീകളെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവർ വിചാരിക്കുന്നത് അവർ ബുദ്ധിമാന്മാരാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പരമവഞ്ചകന്മാർ. ആരെ വഞ്ചിക്കുന്നു? സ്വന്തം ആത്മാവിനെ വഞ്ചിക്കുന്നവരാണ് അവർ. ബുദ്ധിയുടെ തേട്ടത്തെ, ഫിത്രത്തിനെ വഞ്ചിക്കാണ്. കാരണം ഒരു മനുഷ്യന്റെ ഫിത്രത്തും ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല എന്ന് പറയൂല. എന്ന് മാത്രമല്ല, ഓരോ മനുഷ്യന്റെ ശുദ്ധ ഫിത്രത്തും പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്, അവൻ ഏകനാണെന്നാണ്. ബഹുദൈവാരാധന മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതല്ല, പിന്നീട് ഇബ്ലീസ് അടിച്ചേൽപ്പിച്ച ഒരു തോന്നലും ചിന്തയും മാത്രമാണ്. അതുകൊണ്ട് 10 തലമുറയ്ക്ക് ശിർക്ക് എന്താണ് എന്ന് പോലും അറിയുമായിരുന്നില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലെ 10 തലമുറകൾക്ക് എന്താണ് ശിർക്ക് എന്ന് പോലും അറിയുമായിരുന്നില്ല. ഇബ്ലീസ് വന്ന് ഖബറാരാധനയിലൂടെ തുടങ്ങി പിന്നീട് വിഗ്രഹാരാധനയിലൂടെ സ്ഥാപിച്ചതാണ് ശിർക്ക്. അത് പിന്നീട് ചില ആളുകളെ കിളിപ്പെടുത്തി ഉണ്ടാക്കിയ സംഗതിയാണ്. വ്യാമോഹങ്ങൾ ഇട്ടുകൊടുത്തുണ്ടാക്കിയതാണ് ശിർക്ക്. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ ഹുജ്ജത്തിന്റെ മുന്നിൽ എപ്പോഴും ശിർക്ക് തകർന്നടിയുന്നത് കാണാം. കാരണം അതിന് നിലനിൽപ്പില്ല. അത് പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത ചില വ്യാമോഹങ്ങളും അതേപോലെ തന്നെ ചില തോന്നലുകളും മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ചില കള്ളക്കഥകളാണ് ശിർക്ക്. ശിർക്ക് എന്ന് പറഞ്ഞാൽ കഥകളാണ്. നിങ്ങൾ എവിടെ നോക്കൂ, അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവ് പറയുന്ന ആളുകൾ കഥകളുമായിട്ടാണ് വരാറുള്ളത്. ഏത് ജാറത്തിലേക്ക് വിളിക്കും ഒരു പുസ്തകം ഉണ്ടോ, അതിലെന്താ? ആ ഷെയ്ഖിന്റെ കഥകളാണ്, കള്ളക്കഥകൾ. അതേപോലെ തന്നെ ഏത് ദേവനെയും ഏത് ദേവിയെയും ആരെയും ആരാധിക്കുന്നിടത്തിൽ എന്താണോ കുറച്ച് സ്റ്റോറീസ് ആണുള്ളത്, വേറൊന്നുമില്ല. നേരെ മറിച്ച് നിങ്ങൾ ആകാശത്ത് നോക്കൂ, ഭൂമിയിലേക്ക് നോക്കൂ, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് നിന്ന ആളല്ലേ എന്ന് പറയുന്ന ഒരു പുസ്തകവും കാണാൻ കഴിയും. അതിനുള്ള ധൈര്യം ഒരാൾക്കും ഉണ്ടായിട്ടില്ല. അതിനുള്ള ധൈര്യം അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും അവർക്ക് വേണ്ടി കോലോത്ത് നടത്തുന്ന ഒരാൾക്കും അങ്ങനെ എഴുതാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു വെല്ലുവിളിച്ചത്, അറൂനി മാദാ ഖലഖൂ മിനൽ അർദ് അം ലഹും ശിർകുൻ ഫിസ് സമാവാത് ഈതൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ ഔ അസാറത്തിൻ മിൻ ഇൽമിൻ ഇൻ കുൻതും സ്വാദിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ഈ ആരാധിക്കുന്ന ആളുകൾ സത്യമാണെങ്കിൽ അവർ ആകാശ ലോകത്ത് സൃഷ്ടിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരൂ. ഭൂമിയിൽ അവർ സൃഷ്ടിച്ച വല്ലതും ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ. ഈതൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ, ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ഒരു കിതാബ്, തൗറാത്ത്, ഇൻജീൽ, സബൂർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിന്റെ പിൻബലം ഉണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഇനി ഗ്രന്ഥമായിട്ടൊന്നും വരണ്ട. ഔ അസാറത്തിൻ മിൻ ഇൽമിൻ, ഇൽമിൽപ്പെട്ട ഒരു തുണ്ടം കടലാസ് കൊണ്ടുവരൂ. ഒരു ചെറിയ പേപ്പർ മതി. അള്ളാഹു പറയാണ്, വലിയ കിതാബൊന്നായിട്ട് വരണ്ട. കിതാബ് ആദ്യം ആവശ്യപ്പെട്ടു, പിന്നെ പറയാണ് ഔ അസാറത്തിൻ മിൻ ഇൽമിൻ, ഇൽമിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക്, ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ കൊണ്ടുവരാൻ കഴിയില്ല. വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി, അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ വിളിക്കുന്നവരുടെ അടുത്ത് ഒരു തെളിവുമില്ല. ലാ ബുർഹാന ലഹു ബിഹി, ഒരു തെളിവും അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ 40 തെളിവുണ്ട് എന്ന് പറയുന്നവൻ വിവരദോഷിയാണ്. അവൻ ഖുർആൻ ഓതിയിട്ടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുർആനിൽ ലാ ബുർഹാന ലഹു ബിഹി, അവന്റെ അടുത്ത് തെളിവില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഹദീസിൽ തെളിവുണ്ട്, ഇന്ന കിതാബിൽ തെളിവുണ്ട്, ഖുർആനിൽ തന്നെ ആയത്ത് തെളിവുണ്ട് എന്ന് പറയുന്നവൻ ഖുർആൻ ഓതിയിട്ടില്ല. കാരണം ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹാതു ബുർഹാനക്കും, ഖുൽ ഹാതു ബുർഹാനക്കും, തെളിവ് കൊണ്ടുവരൂ. ലാ ബുർഹാന ലഹു ബിഹി, നിങ്ങളുടെ അടുത്ത് തെളിവില്ല. ഈതൂനി ബികിതാബിൻ മിൻ ഖബ്ലി ഹാദാ, ഇതിനു മുമ്പുള്ള ഒരു കിതാബ് കൊണ്ടു. ഔ അസാറത്തിൻ മിൻ ഇൽമിൻ, ഇൽമിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് കൊണ്ടുവാ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ ശിർക്ക് എന്നത് പിന്നീട് കടന്നു വന്നിട്ടുള്ള ഒരു ആശയമാണ്. അതുകൊണ്ട് തൗഹീദിനെ നിരാകരിക്കുന്നവൻ, വേദഗ്രന്ഥങ്ങളെ നിരാകരിക്കുന്നവർ, പ്രവാചകത്വത്തെ നിരാകരിക്കുന്നവർ സത്യത്തിൽ ആത്മാവിനെ വഞ്ചിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഫിർഔനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞെന്താണ്? വജഹദൂ ബിഹാ വസ്തൈഖനതഹാ അൻഫുസുഹും, അവർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങളെ തള്ളി. പക്ഷേ വസ്തൈഖനതഹാ അൻഫുസുഹും, നഫ്സ് പറയാണ് ഇത് ഹക്കാണ്. നഫ്സ് പറയാണ്, ഫിറഔന്റെ നഫ്സ് ഫിറഔനോട് പറയാണ് ഇത് ഹക്കാണ്. ഫിറൗനെ ഹാമാനിനോട് പറയാണ് ഇത് ഹക്കാണ്. ഖാറൂനോട് പറയാണ് ഇത് ഹക്കാണ്. ഫിറഔനിന്റെ സൈന്യങ്ങളോട് അവരുടെ മനസ്സ് പറയാണ് ഇത് ഹക്കാണ്. വസ്തൈഖനതഹാ അൻഫുസുഹും, അവരുടെ നഫ്സ് പറയുന്നു ഇത് ശരിയാണ്. പക്ഷെ വുൽമൻ വഉലുവ, അവർ അക്രമികളും അതിരുകവിയുന്നവരും
മറ്റുള്ള ജനതയെ അടിച്ചമർത്താൻ ഉദ്ദേശിക്കുന്ന പോക്കിരികളുമായതുകൊണ്ട് അവരിത് അംഗീകരിച്ചില്ല. അതാണ് ആത്മവഞ്ചന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഓ ഫിർഔൻ, ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് എന്ന് നിനക്കറിയാമെന്നത് എനിക്കറിയാം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് സൂറത്തുൽ ഇസ്രായിൽ കാണാം. ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് അള്ളാഹുവാണെന്ന് ഫിർഔനെ നിനക്കറിയാമെന്നുള്ളത് എനിക്കറിയാം. ഫിർഔൻ അത് അറിയാമായിരുന്നു. പക്ഷേ ഫിർഔനിന്റെ അഹങ്കാരവും കിബറും ആത്മാവിനോടുള്ള അവൻ നടത്തിയ വഞ്ചനയും അതുവഴി ഒരു സമൂഹത്തെ അവൻ വഴിവെപ്പിച്ചതും അങ്ങനെയെല്ലാം കാരണമായി അവന് സത്യം അംഗീകരിക്കാനുള്ള തൗഫീഖ് ഉണ്ടായില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ യജ്ഹദു ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് നിഷേധം കാണിക്കുന്നവൻ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ, പരമവഞ്ചകനും മഹാനന്ദി കെട്ടവനുമല്ലാതെ നമ്മുടെ വചനങ്ങളെ നിഷേധിക്കാൻ തോന്നൂല. നിഷ്പക്ഷമായ ഹൃദയമുള്ള, നിഷ്കളങ്ക ഹൃദയമുള്ള ഒരു മനുഷ്യനും പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെയോ പ്രവാചകന്റെ സന്ദേശങ്ങളെയോ നിരാകരിക്കാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസ് 12-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وَإِذَا مَسَّ الْإِنسَانَ الضُّرُّ دَعَانَا لِجَنبِهِ أَوْ قَاعِدًا أَوْ قَائِمًا فَلَمَّا كَشَفْنَا عَنْهُ ضُرَّهُ مَرَّ كَأَن لَّمْ يَدْعُنَا إِلَى ضُرٍّ مَّسَّهُ كَذَلِكَ زُيِّنَ لِلْمُسْرِفِينَ مَا كَانُوا يَعْمَلُونَ وَإِذَا مَسَّ الْإِنسَانَ, മനുഷ്യനെ ബാധിച്ചാൽ, അദ്ദുറു, എന്തൊരു ഉപദ്രവം ബാധിച്ചാലും, ദഅാന ലിജംബിഹി, അവൻ കിടന്നുകൊണ്ട് നമ്മോട് ദുആ ചെയ്യും. ഔ ഖാഇദൻ, അല്ലെങ്കിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട്. ഔ ഖായിമ, അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട്. കിടന്നും ഇരുന്നും നിന്നും അള്ളാഹുവിനോട് ദുആ ചെയ്യും ഒരു പ്രയാസം ഉണ്ടായാൽ. ഇവിടെ ഇൻസാൻ എന്നാണ് പറഞ്ഞത്, മനുഷ്യൻ. മുസ്ലിമായാലും അല്ലെങ്കിലും ആരാകട്ടെ, മനുഷ്യന്റെ ഒരു പൊതുപ്രകൃതമാണ്. ഇല്ല ഖലീലും മിൻഹും, വളരെ കുറഞ്ഞ ആളുകൾ ഒഴികെ. വഇദാ മസ്സൽ ഇൻസാന ദുർറു ദഅാന ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമ, ഒരു പ്രയാസം ബാധിച്ചാൽ മനുഷ്യൻ കിടന്നും ഇരുന്നും നിന്നുകൊണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു, അവനിൽ നിന്ന് ആ പ്രയാസം നാം നീക്കിയാൽ, അള്ളാഹു പറയാണ് ഞാനാണത് നീക്കി കൊടുക്കുന്നത്. അങ്ങനെ അള്ളാഹു ആ പ്രയാസത്തെ നീക്കിയാൽ മറ, അവൻ നടന്നു പോകും. കഅല്ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സ, അവന് ബാധിച്ച ഒരു വിഷയത്തിൽ അവൻ എന്നെ വിളിച്ചിട്ടേയില്ല എന്നതുപോലെ. അങ്ങനെ ഒരു റബ്ബിനെ അവൻ നേരത്തെ പരിചയമില്ല എന്നതുപോലെ അവൻ അള്ളാഹുവിനെ മറന്നു കളയുന്നു. സഹോദരങ്ങളെ, ഇത് കുഫറിന്റെ, ഷിർക്കിന്റെ ആളുകളുടെ സിഫത്താണ്. എന്നിലും നിങ്ങളിലും ഈ സ്വഭാവമുണ്ടോ എന്ന് പരിശോധിക്കണം. പ്രയാസം ഉണ്ടാവുമ്പോൾ അള്ളാഹുവിനെ വിളിക്കുകയും അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരാളെക്കുറിച്ച് തന്നെയുള്ള ഓർമ്മയില്ലാതെ ആവുകയും ചെയ്യുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മറ കഅല്ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സ, അവനുണ്ടായ ഒരു പ്രയാസത്തിൽ അവനെ എന്നെ വിളിച്ചിട്ടേ ഇല്ലാത്ത പോലെയാണ് അവന്റെ നടപടി. കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ, അപ്രകാരം അതിരി കവിഞ്ഞ ഒരു ജനവിഭാഗത്തിന് അവർ പ്രവർത്തിക്കുന്നത് ഭംഗിയായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വിചാരിക്കുന്ന ആൾക്ക് വലിയ നല്ല കാര്യങ്ങളാണെന്നാണ്. ശൈത്താനാണ് അതിന്റെ പിന്നിൽ. സുയ്യിന എന്ന് പറഞ്ഞാൽ ഭംഗിയാക്കി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തോന്നിപ്പിക്കുന്നത് ആരാണ്? ശൈത്താനാണ്. ശൈത്താന്റെ പരിപാടി തന്നെ മനുഷ്യന് സയ്യന ലഹുമു ശൈത്താനു അഅമാലഹും, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ നല്ലതാണ് എന്ന് അവനെ തോന്നിപ്പിക്കുന്നത് ശൈത്താന്റെ പണിയാണ്. പിശാചാണ് അവനെ താൻ ചെയ്യുന്നത് നല്ലതാണ് എന്ന് തോന്നിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് വളരെ മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയും പിശാചിൽ നിന്നുള്ള തസ്യീനുമാണ്, ഭംഗിയാക്കി തോന്നിപ്പിക്കലാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 12-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി സൂറത്തു നഹൽ 16-ാം അധ്യായം 53, 54 തുടങ്ങി അതിനുശേഷമുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ് ثم إذا مسكم الضر فإليه تجأرون
ثم إذا كشف الضر عنكم إذا فريق منكم بربهم يشركون ليكفروا